നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ സൗത്ത് മലമ്പുഴയാണ്. എല്ലാവരും മലമ്പുഴ ഡാം കാണാനാണ് പോകാറ്. മലമ്പുഴ ഡാമിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടത് അടച്ചിട്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് സൗത്ത് മലമ്പുഴ. സൗത്ത് മലമ്പുഴയുടെ ഒരു വീഡിയോ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിരുന്നു. അതുപോലെ കവാ ഐലൻഡ് എന്ന് പറഞ്ഞു. സൗത്ത് മലമ്പുഴയ്ക്ക് പോകേണ്ടത് നമ്മൾ മലമ്പുഴ എത്തിക്കഴിഞ്ഞാൽ റോപ്പ് വേ തുടക്കുന്ന ഭാഗത്ത് നിന്ന് ഇടതു ഭാഗത്തേക്ക് മുകളിലേക്ക് കയറി പോകുന്ന റോഡ് വഴിയാണ്. 7 കിലോമീറ്റർ ദൂരത്തോളം ഈ ഡാമിൻ്റെ സൈഡിൽ കൂടിയുള്ള റൂട്ടിൽ കൂടെ ഇങ്ങനെ പോകണം. നമ്മൾ പോകുമ്പോൾ ഒരു സൈഡിൽ മലനിരകളും മറ്റു സൈഡിൽ ഈ ഡാമുമാണ്. മുൻപെല്ലാം ഇങ്ങോട്ട് സന്ദർശകർ കുറവായിരുന്നെങ്കിലും ഇപ്പോൾ പലരും കേട്ടറിഞ്ഞ് ധാരാളം ടൂറിസ്റ്റുകളിലൂടെ വരുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത്. ശരിക്കും ഇതാണ് മലമ്പുഴ ഡാം എന്ന് പറയുന്നത്. നമ്മളവിടെ മലമ്പുഴ ഡാം പാർക്കിൻ്റെ അടുത്താണ് സാധാരണ പോകാറ്. അവിടെ ചെന്ന് ഒരു സ്പിൽ വേയും അതുമാതിരി റോപ്പ് വേയും എല്ലാം കണ്ടാണ് മടങ്ങുക. പക്ഷേ പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ഈ ഡാമും ഈ പ്രദേശങ്ങളും കാണാൻ വളരെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരെല്ലാം തീർച്ചയായിട്ടും ഇങ്ങോട്ട് കൂടി പോകണം. റോപ്വേയുടെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 7 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ ഡാമിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡ് 7 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പാലം അവിടെ നിന്ന് കാണാം. ഡാമിന് കുറുകെയായിട്ട്, ഡാമിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് വളരെ കാലമായി അത് പണി നടക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ചെല്ലുമ്പോഴും ഉണ്ടായിരുന്ന അതേ സ്ഥിതിയിലാണ് ഇപ്പോഴും. 1 വർഷം കഴിഞ്ഞിട്ടും വർക്കൊന്നും നീങ്ങുന്നില്ല. ആ പാലത്തിൻ്റെ പണി കഴിഞ്ഞാൽ നമുക്കിത് ഒരു റിംഗ് റോഡ് പോലെയാവും. ഡാമിന് ചുറ്റുമുള്ള 10-35 കിലോമീറ്റർ ദൈർഘ്യമേറിയ ഒരു റിംഗ് റോഡായി വരും. അതും നമ്മൾ കാണാൻ പോകുന്നത് ഈ സൗത്ത് മലമ്പുഴയാണ്. മലമ്പുഴയിലെ ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിട്ട് വീണ്ടും പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പാലത്തിൻ്റെ മറു സൈഡിലുള്ള റോഡ് ചെല്ലുകയാണ്. അതായത് ഡാമിൻ്റെ വലത് സൈഡിൽ കൂടെ നമ്മൾ പോയിട്ട് പാലം ക്രോസ് ചെയ്ത് വലത് സൈഡ് കൂടി പോയി കഴിഞ്ഞാൽ റോക്ക് ഗാർഡൻ എല്ലാം കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡാമിൻ്റെ വടക്കേ ഭാഗത്തെത്തും. അങ്ങോട്ട് പോകുന്ന വഴിയുള്ള സ്ഥലമാണ് കവാ ഐലൻഡ് എന്ന് പറയുന്നത്. കവാ ഐലൻഡ് എന്ന് പറഞ്ഞ് ധാരാളം വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും. ഇതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കവാ ഐലൻഡ്. നമ്മളിവിടെ പോകുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ പാറക്കെട്ടുകളും മറു സൈഡ് ഡാമുമാണ്. എങ്കിൽ നമ്മൾ മറു സൈഡിലേക്ക് പോകുമ്പോൾ കുറച്ച് ഭാഗം നമ്മളൊരു വനത്തിൽ കൂടിയാണ് പോകുന്നത്. തണലും അമാരി വളരെ ഭംഗിയേറിയ സ്ഥലവുമാണത്. നമുക്കിവിടെ പോയി തിരിച്ചു വന്നതിന് ശേഷം മറുഭാഗത്തേക്ക് കൂടി പോകാം. ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. ഇങ്ങോട്ട് പോകുമ്പോൾ ഈ പാറയിലെല്ലാം ഇരുന്ന് വിശ്രമിക്കുന്നവർ താഴേക്ക് ഇറങ്ങാതെ സൂക്ഷിക്കണം. കാരണം പാറയുടെ അടിഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ വഴുക്കലുണ്ട്. വെള്ളം അങ്ങനെ കെട്ടി നിന്ന് വെള്ളം കുറവായിട്ട് തോന്നുന്നു, നമുക്ക് കാല് വെച്ച് ഇറങ്ങാൻ തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ വളരെ വഴുക്കലുള്ള സ്ഥലമാണ്. ഈ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും മറ്റും കാണാൻ സാധിക്കും. ഇപ്പോൾ ചില റിസോർട്ടുകളും ഈ ഭാഗത്തായിട്ട് പണിയുന്നുണ്ട്. വീതി കുറഞ്ഞ വഴിയാണ്, അതുകൊണ്ട് തന്നെ സാവധാനം പോകണം. 2 വാഹനങ്ങൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള റോഡാണ്. ഇതുപോലെ പാറയുടെ സൈഡിൽ കൂടി പാറ പൊട്ടിച്ച് ഉണ്ടാക്കിയ റോഡാണ്. ചില ഭാഗത്തെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കയറ്റിറക്കങ്ങളും വളവും എല്ലാം ചേർന്ന റോഡുകളാണ്.
നമ്മളങ്ങനെ 7 കിലോമീറ്റർ ദൂരവും പോയതിന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മലമ്പുഴയുടെ വലതുഭാഗത്തേക്കാണ് പോകുന്നത്. മലമ്പുഴയുടെ അറിവന്ന് കുറുകെയുള്ള പാലമാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ അല്പം പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ കാണും. ആ ജംഗ്ഷനിൽ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ കഞ്ചിക്കോടാണ് പോവുക. അവിടെ നമ്മൾ ഇടത്തോട്ട് തിരിയണം. ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് നേരെ പോയാൽ കഞ്ചിക്കോടാണ് പോവുക. നമ്മളിവിടെ ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് പോകേണ്ടത്. അല്പദൂരം ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഏരിയയിലെ കൂടെയാണ് പോകേണ്ടത്. പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ഈ വലതുഭാഗത്ത് കാണുന്ന പോലെ ചെറിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് അവിടെ കാണാം. അല്പം കൂടി പോയി കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിൽ വാഹനം നിർത്താൻ പാടില്ല എന്നൊക്കെ ബോർഡുണ്ട്. പക്ഷെ എന്നാലും ഈ കാണുന്ന സ്ഥലങ്ങളിൽ ധാരാളം പേര് വാഹനം നിർത്തി ഫോട്ടോഷൂട്ടിനായിട്ട് നിർത്തുന്നതായിട്ട് കാണാം. വനത്തിലെ പള്ളികളെല്ലാം പടർന്ന് ഊഞ്ഞാല് പോലെ കിടക്കുന്നുണ്ട്. അതിലെല്ലാം ഇരുന്ന് ഫോട്ടോ ഷൂട്ടിനുള്ള തിരക്കാണ്. അല്പദൂരം നമ്മൾ പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ കൂടി പോകുന്ന പോലെയാണ്. കാരണം നമുക്കിവിടെ ഡാമൊന്നും കാണാൻ സാധിക്കില്ല. നല്ല വർഷക്കാലമാണെങ്കിൽ ഡാമിൽ വെള്ളം നിറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗം വരെയെല്ലാം വെള്ളം കയറി നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അല്പദൂരം നമ്മൾ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുന്നിടിച്ചിട്ട് ആ കുന്നിൻ്റെ നടുവിൽ കൂടെ ഒരു റോഡ് വെട്ടിയിട്ടാണ് പോകുന്നത് കാണുക. പാലക്കാട് നിന്ന് ഈ കവ ഭാഗത്തേക്ക് ബസ് സർവീസ് ഉണ്ട്. ഒരു ബസ് മാത്രമാണ്, ഏതാണ്ട് 2 ബസ് മാത്രമാണ് പോകുന്നത്. ഈ ഭാഗത്തും ധാരാളം താമസക്കാരുണ്ട്. അല്പം നിരപ്പായ സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ചെല്ലുമ്പോൾ നേരത്തെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് നമുക്ക് വലതുഭാഗത്ത് മലനിരകളും ഇടതുഭാഗത്ത് ഡാമുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു കുന്നെടുത്തിട്ട് ആ കുന്നിന് നടുക്കൽ കൂടെ റോഡ് വെട്ടിയിരിക്കുകയാണ്. അല്പദൂരം കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കവ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു സ്ഥലത്തിൻ്റെ പേര് കവ ഐലൻഡ് എന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ഐലൻഡ് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ആർക്കും ഉത്തരമില്ല. കാരണം ഐലൻഡ് ഒന്നുമല്ല, ആ സ്ഥലത്തിൻ്റെ പേരങ്ങനെ കവ ഐലൻഡ് നിൽക്കുന്നു ഇട്ടിരിക്കുന്നതെന്ന് മാത്രം. ഇവിടെയും ചെറിയ ചെറിയ കടകൾ നിങ്ങൾ കാണാൻ സാധിക്കും. വാഹനം പാർക്ക് ചെയ്യാനായിട്ട് അധികം സ്ഥലമൊന്നുമില്ല. റോഡ് സൈഡിൽ ഉള്ള സ്ഥലത്തെല്ലാം നമ്മൾ പാർക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അല്പം കൂടി മുന്നോട്ട് കയറ്റി നിർത്തണം. വെക്കേഷനുകളിലെല്ലാം ഇവിടെ വളരെ വലിയ തിരക്കാണ്. വാഹനം പാർക്ക് ചെയ്യാനെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് മഴക്കാലമായിട്ടില്ല, മഴയെല്ലാം കഴിഞ്ഞ സമയമായതുകൊണ്ട് വെള്ളമെല്ലാം അല്പം ഇറങ്ങിയിരുന്നു.
താഴേക്ക് ഇറങ്ങി ഇവിടെയെല്ലാം കണ്ടതിനാണ് ഞങ്ങൾ മടങ്ങിയത്. നോർത്ത് മലമ്പുഴയിലാണ് ഈ കവ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ ആദ്യം പോയത് സൗത്ത് മലമ്പുഴ, അതിനുശേഷം നമ്മൾ ചുറ്റി ഇങ്ങോട്ട് വന്നു. ഈ റോഡ് തന്നെ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 23 കിലോമീറ്റർ ഇതിനെ ചുറ്റി പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോയ സൗത്ത് മലമ്പുഴയിൽ ചെന്ന് മുട്ടിയ പാലത്തിൻ്റെ അതേ സ്ഥലത്ത് തന്നെ ചെല്ലും. ആ പാലം പണി തീരുകയാണെങ്കിൽ ഇതൊരു റിംഗ് റോഡായിട്ട് തീരും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ റിംഗ് റോഡ് തന്നെയായിട്ടൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, മുഴുവൻ റോഡിൻ്റെ വ്യൂസും. അതുപോലെ തന്നെ വിശദമായി ഈ കവായിലെത്തും സൗത്ത് മലമ്പുഴയും നേരത്തെ കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിശദമായിട്ട് കാണണമെന്നുള്ളൊരു ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട്. പാലക്കാട് എന്ന പ്ലേലിസ്റ്റിനകത്ത് ഓരോ ജില്ലയുടെയും പ്രത്യേകം പ്ലേലിസ്റ്റ് ചാനലിനകത്തുണ്ട്. പാലക്കാട് എന്നുള്ള പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.